ആകാശക്കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്കൊരു പ്രത്യേക അതിഥിയുണ്ട്. 2025 QY4 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഛിന്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു. പേര് കേട്ട് ഞെട്ടേണ്ട ആവശ്യമില്ല. ആളൊരു ഭീമനൊന്നുമല്ല. ഏകദേശം ഒരു വിമാനത്തിന്റെ അത്ര വലുപ്പം, അതായത് 180 അടി വീതി. പക്ഷേ വേഗത കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മണിക്കൂറിൽ ഏകദേശം 6 ലക്ഷം കിലോമീറ്റർ. ഓഗസ്റ്റ് 29-ന് ഇത് ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടി കടന്നുപോകും. പക്ഷേ പേടിക്കണ്ട, സംഗതി ഭൂമിയിൽ വന്ന് ഇടിക്കാനൊന്നുമല്ല. ഏകദേശം 45 ലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാണ് ഇതിന്റെ യാത്ര. ബഹിരാകാശത്ത് ഇതൊരു ചെറിയ ദൂരമാണെങ്കിലും ഭൂമിക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയുമില്ലെന്ന് നാസ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് നാസയടക്കമുള്ള ബഹിരാകാശ ഏജൻസികൾ ഇതിനിത്ര പ്രാധാന്യം നൽകുന്നത്? കാരണം ഇത്തരം വരവുകൾ ശാസ്ത്രലോകത്തിന് വളരെ വിലപ്പെട്ടതാണ്. ഇവയുടെ സഞ്ചാരപാത പഠിക്കുന്നതുവഴി ഭാവിയിൽ വന്നേക്കാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി അറിയാനും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും നമുക്ക് സാധിക്കും. ഈ രംഗത്ത് ഇന്ത്യയും ഒട്ടും പിന്നിലല്ല. നമ്മുടെ സ്വന്തം ISROയും ഭാവിയിൽ വലിയ ഛിന്നഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. 2029-ൽ ഭൂമിയുടെ തൊട്ടരികിലൂടെ പോകുന്ന അപ്പോഫിസ് എന്ന ഛിന്നഗ്രഹമാണ് പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് 2025 QY4 ഒരു പേടി സ്വപ്നമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ വിശാലതയും അതിനെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ കഴിവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ച മാത്രം. ആശങ്കയില്ലാതെ നമുക്ക് ഈ ആകാശയാത്രയ്ക്ക് സാക്ഷികളാകാം.